മാറാട് കലാപവും ജമാഅത്തെ ഇസ്ലാമിയുമെല്ലാം വീണ്ടും വാർത്തകളിൽ നിറയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത്. പുതിയ തെരഞ്ഞെടുപ്പ് കാലമാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുകയാണ്. ഈ സാഹചര്യത്തിൽ മാറാട് വിഷയം അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് വരുന്ന വിവാദങ്ങൾക്കും ഇപ്പോൾ എന്താണ് പ്രസക്തി എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് കുരുക്ഷേത്രം പ്രകാശൻ ട്രസ്റ്റിന്റെ മാനേജിംഗ് ഡയറക്ടറായ ശ്രീ കാബ സുരേന്ദ്രൻ നമ്മളോട് സംസാരിക്കുന്നു. അതിൽ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ഇവര് സംഘടനകളെ മാറി മാറി ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ രണ്ട് പക്ഷവും, ഇടതുപക്ഷമെന്നും വലതുപക്ഷമെന്നും പറയുന്ന അവര് ഏത് സമയത്താണ് വർഗീയ സംഘടനകളെ കൂട്ടുപിടിക്കാതെ തെരഞ്ഞെടുപ്പിൽ നിന്നിട്ടുള്ളത്? എപ്പോഴും 57-ലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ തൊട്ട്, അന്ന് ഇസ്ലാമിക മത ഇതായിരുന്നില്ല എന്ന് മാത്രം, ഹിന്ദുക്കളുടെ ദുഃഖത്തെ ചൂഷണം ചെയ്യുകയാണ് ശബരിമല തീവെപ്പ്. അപ്പോൾ അതിനുശേഷം പിന്നെയുള്ള പരാജയം, അന്നത്തെ കോൺഗ്രസിന്റെ പരാജയം, അതിനെ അതിജീവിക്കാൻ അന്ന് തൊട്ട് അവർ വർഗീയവാദികളെ, സംഘടനകളെ, തീവ്രവാദ സംഘടനകളെ കൂട്ടുപിടിച്ചും അവരെ സംരക്ഷിച്ചും പോന്നിട്ടുണ്ട്. അത് കണ്ട് തിരിച്ച് ഇടതുപക്ഷവും ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവർ ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടെയാണോ മറ്റേതെങ്കിലും സംഘടനയുടെ കൂടെയാണോ എന്നുള്ളത് അല്ല ചർച്ചാ വിഷയം. ഇവരേതെങ്കിലും കാലത്ത് വർഗീയവാദികളെയും തീവ്രവാദികളെയും ഒഴിവാക്കിയിട്ടുണ്ടോ? അവർക്കെതിരെ എപ്പോഴെങ്കിലും നിലപാടെടുത്തിട്ടുണ്ടോ? ഏതെങ്കിലും കാലത്ത് ഇവർ തീവ്രവാദത്തെ ഇങ്ങനെ വെറുതെ രാഷ്ട്രീയമായി തള്ളിപ്പറയുന്നു എന്നുള്ളതൊഴിച്ചാൽ തീവ്രവാദത്തെ സംരക്ഷിക്കുന്നതിൽ നിന്ന് ഇവരൊരിക്കലും പിന്മാറിയിട്ടില്ല. രണ്ടു കൂട്ടരും അധികാരത്തിൽ ഇടതുപക്ഷമാണെങ്കിൽ തീവ്രവാദികളെ സംരക്ഷിച്ചിട്ടേ ഉള്ളൂ, അധികാരത്തിൽ കോൺഗ്രസ് പക്ഷമാണെങ്കിലും അവർ തീവ്രവാദികളെ സംരക്ഷിച്ചിട്ടേ ഉള്ളൂ. കേരളത്തിൽ എത്ര സ്ഫോടനങ്ങളും ആക്രമണങ്ങളും നടന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ തീവ്രവാദികൾ ഒളിച്ചു താമസിക്കുന്നത് കേരളത്തിലാണ് എന്ന് അനേക ഉദ്യോഗസ്ഥന്മാർ, അന്വേഷണ ഏജൻസികൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴൊക്കെ ഇവർ മൗനം പാലിച്ചത് എന്തുകൊണ്ടാണ്? അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ജമാഅത്തെ ഇസ്ലാമി എന്ന പേര് പറഞ്ഞ് മറ്റിവർ രണ്ടു കൂട്ടരും പറയുമ്പോൾ ആ കൂട്ടത്തിൽ മറുപക്ഷത്ത് RSSനെയും പറയും. ഒരു ബാലൻസ് ചെയ്യാൻ വേണ്ടി. പക്ഷേ രണ്ട് കൂട്ടരും, അതായത് LDF ആകട്ടെ UDF ആകട്ടെ, രണ്ടു കൂട്ടരും ഈ വർഗീയ ശക്തികളെയും തീവ്രവാദ സംഘടനകളുടെയും പിന്തുണയോട് കൂടിയേ അവർ കഴിഞ്ഞ അനേകം വർഷങ്ങളായി പ്രവർത്തിച്ചിട്ടുള്ളൂ, തെരഞ്ഞെടുപ്പിൽ നേരിട്ടിട്ടുള്ളൂ, രഹസ്യമായും പരസ്യമായും. ഇനിയും അവർക്ക് അങ്ങനെ പോകാൻ കഴിയൂ, കാരണം ആദ്യം തൊട്ടി പ്രകടനം നടക്കുന്നതുകൊണ്ട്. രണ്ടാമത്തെ, മാറാട് ഇപ്പൊ ഇന്നലെ ഒരു നേതാവിന്റെ പ്രസ്താവന, കോൺഗ്രസ് നേതാവിന്റെ പ്രസ്താവന ഞാൻ കണ്ടു. അതായത് മാറാട് നമ്മൾ മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്. അവര് ഗുജറാത്ത് മറക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവര് മറക്കാൻ ആഗ്രഹിക്കുന്നത് മാപ്പിളക്കലാപം മറക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, മാറാട് മറക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ ഗോദ്ര മറക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഗുജറാത്ത് കലാപം പറയുമ്പോഴും അവർ ഗോദ്ര ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇങ്ങനെ അവർക്ക് ഇഷ്ടമുള്ളത്, അഥവാ അവർക്ക് വർഗീയ പ്രചാരണത്തിനുള്ള കാര്യങ്ങൾ പറഞ്ഞു പരത്തുകയും നുണയടക്കം പറഞ്ഞു പരത്തുകയും അവർക്ക് ചർച്ച ചെയ്തെന്നാൽ നഷ്ടം വരുത്തും എന്ന് തോന്നുന്ന കാര്യം ചർച്ച ചെയ്യാതിരിക്കുകയും, മാറാട് കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ സംഘടിത ഭീകരവാദ ആക്രമണമായിട്ടും അതിനി ആവർത്തിക്കരുത് എന്ന നിലയിൽ ഒരു നിലപാട് ഏതെങ്കിലും കാലത്ത് ഏതെങ്കിലും സർക്കാർ എടുത്തിട്ടുണ്ടോ? ഒരിക്കലും എടുത്തിട്ടില്ല. അപ്പം അതുകൊണ്ട് മാറാട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കേണ്ടത് എത്രയോ കാലം മുൻപത്തെ കാര്യങ്ങൾ ഇപ്പോഴും അവർ ചർച്ച ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ ഒരു ഉദാഹരണം കൂടെ പറയാം. ഇപ്പം ഈ വയറ് പിളർന്നു ഗുജറാത്തില്. സത്യത്തിൽ അത് 1921 മലപ്പുറം ജില്ലയിലെ വള്ളിക്കുന്ന് അംശത്തിൽ നടന്ന കൂട്ടക്കൊലയിലാണ്. ഒരു ഗർഭിണിയുടെ വയറ് വെട്ടിപ്പിളർന്നു, കുഞ്ഞു ശിശു പുറത്തേക്ക് നിൽക്കും. മാധവൻ നായരുടെ, കെ മാധവൻ നായരുടെ പുസ്തകത്തിലുണ്ട്, അനേക ആൾക്കാരുടെ പുസ്തകത്തിലുണ്ട്. ആ ചരിത്രത്തെ ഒരു ഗുജറാത്തിലേക്ക് പറഞ്ഞ് നുണ പറഞ്ഞു പോലും അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം മാറാട് എന്നുള്ളത് കേരളത്തിൽ വർഗീയതക്കെതിരാണോ അല്ലയോ എന്നുള്ളതിന്റെ ഒരു മാനദണ്ഡമാണ്. വാസ്തവത്തിൽ മാറാട് മാനദണ്ഡമാണ്. ഏതിന്? വർഗീയതക്കെതിരാണോ അല്ലയോ എന്നുള്ളതിന്. വർഗീയതയ്ക്ക് എതിരല്ല അവർ എന്നുള്ളത് കൊണ്ടാണ് അവരത് മറച്ചു വെക്കുന്നത്, അല്ലെങ്കിൽ ചർച്ച ചെയ്ത് വർഗീയതക്കെതിരെ പോകേണ്ടതാണ്. വർഗീയത പാടില്ല, സാമൂഹികമായ സമത്വവും സൽഭരണവുമാണ് ആവശ്യം എന്നുള്ളത് കൊണ്ടാണ് സംഘപരിവാർ അഥവാ RSSO BJPയോ എന്തുകൊണ്ടാണ് മാറാടിന് തിരിച്ചടി ഉണ്ടാവാഞ്ഞത്? അപ്പം കഴിവില്ലാത്തത് കൊണ്ടായിരുന്നില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ മാറാട് ചർച്ച ചെയ്യപ്പെടേണ്ടത് കേരളത്തിന്റെ രണ്ട് മുഖമാണ്. വർഗീയതയ്ക്കും തീവ്രവാദത്തിനും അനുകൂലമാണോ ആണെങ്കിൽ മാറാട് ചർച്ച ചെയ്യുകയും ആവർത്തിക്കാതിരിക്കാനുള്ള നിലപാടുകളും സമീപനങ്ങളും രാഷ്ട്രീയ നിലപാടുകളും ഒക്കെ എടുക്കേണ്ടി വരും. അതല്ല, വർഗീയതയ്ക്ക് കൂടെ നിൽക്കാനാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യവും ഒക്കെ സമാസമം ചർച്ച ചെയ്ത് നേരം കളയാം എന്നല്ലാതെ ഒരു കാര്യവുമില്ല. ഇവർ വർഗീയതയെ ഉപേക്ഷിച്ചുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെയും നേരിടാൻ സന്നദ്ധരല്ല, അതിന് കഴിവുമില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഇപ്പോഴത്തെ ഈ വിവാദവും തർക്കവുമൊക്കെ. മാറാട് കലാപവും ജമാഅത്തെ ഇസ്ലാമി ബന്ധമെല്ലാം ഉയർത്തിക്കൊണ്ടുവരുന്നത് വെറും വോട്ടിന് മാത്രമാണെന്നാണ്
ശ്രീ കാബ സുരേന്ദ്രൻ പറയുന്നത്.